റമദാൻ ഇപ്പോൾ നമുക്ക് ചൂടിലാണ്. ഒരല്പം കൂടെ കഴിഞ്ഞാൽ, ഒരു 5-8 വർഷം കൂടെ കഴിയുമ്പോൾ ശരിക്കും തണുപ്പുള്ളൊരു കാലാവസ്ഥയിലേക്ക് റമദാൻ തിരിച്ചു വരും. 30 വർഷം പ്രായമുള്ള ഒരു മനുഷ്യൻ അടുത്തൊരു 30 വർഷം കൂടെ ജീവിക്കുമ്പോൾ, ഇതിപ്പോ നമ്മൾ മാർച്ചിലാണ് റമദാൻ. ഇനി മാർച്ച് മാസം ഈ 20-ന് ശേഷം ഒരു റമദാൻ കിട്ടണമെങ്കിൽ 30 വർഷം കഴിയണം. 2 സൈക്കിൾ 60 കൊല്ലാകുമ്പോൾ ഏകദേശം നമ്മുടെ ആയുസ്സായി, പിന്നെ പോകേണ്ട സമയമായി തുടങ്ങി. അപ്പൊ 2 തവണ എല്ലാ മാസങ്ങളിലൂടെയും എന്ന് പറഞ്ഞാൽ സോളാർ ഗ്രിഗോറിയൻ മാസങ്ങളിലൂടെ, ജനുവരി, ഫെബ്രുവരി, ആ കാലഘട്ടങ്ങളിലൂടെ റമദാൻ കടന്നുപോകും. അള്ളാഹുവിന് മാസത്തെ സൂര്യന്റെ ചലനത്തെ ആസ്പദമാക്കി അള്ളാഹുവിന് നിശ്ചയിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല. ദുഹൂറും അസ്റും മഗ്രിബും ഒക്കെ അങ്ങനെയാണ്. സൂര്യന്റെ ചലനമാണ്. സൂര്യൻ സവാലിലെത്തുമ്പോ സൂര്യന്റെ ഖുറൂബ്, സൂര്യന്റെ ഇഷ്റാഖ്, ഇതൊക്കെ നിസ്കാര സമയം സൂര്യനെ ബന്ധപ്പെടുത്തിയാണ്. പക്ഷെ നോമ്പ് കിടക്കുന്നത് ചന്ദ്ര സമയത്തെ ബന്ധപ്പെടുത്തിയാണ്. അതിൽ വലിയ ഹിക്മത്തുണ്ട്. എല്ലാ മാസവും എല്ലാ വർഷവും റമദാൻ ഇതുപോലെ ഒരു മാർച്ചിലാണെങ്കിൽ കേരളക്കാർക്ക്, അല്ലെങ്കിൽ ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ ആണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ പറയും, അള്ളാഹുവിന്റെ നീതി എവിടെ? യൂറോപ്യൻ രാജ്യക്കാർക്ക് തണുപ്പ്, അവർക്ക് പെട്ടെന്ന് പ്രയാസമില്ലാതെ റമദാൻ സ്വീകരിക്കാൻ പറ്റുന്നു, നമുക്കതിനെ കൊണ്ടാകുന്നില്ലല്ലോ. ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പരാതി വരും, എന്തേ ജൂലൈയിലും ഓഗസ്റ്റിലും ഒക്കെ അള്ളാഹു റമദാൻ വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? 60-55 ഡിഗ്രി ചൂടിൽ എങ്ങനെ പ്രവാസികൾ നോമ്പെടുക്കും? അവിടുത്തെ അറബികൾ നോമ്പെടുക്കും. പേശി വന്നു, ശരിയാണ്. എന്നാൽ പോലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതൊന്നും ആക്സസിബിൾ അല്ലാത്ത ആളുകളുണ്ടല്ലോ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ തീരുമാനം, റമദാൻ എല്ലാ കാലാവസ്ഥയിലും ഇങ്ങനെ കഴിഞ്ഞു വരും. എല്ലാവർക്കും ഒരു മാസം തന്നെ വരൂല. തണുപ്പ് കാലമുള്ളവർക്ക് ചൂടുകാലത്ത് റമദാൻ വരും, ചൂടുകാലത്തുള്ളവർക്ക് തണുപ്പിലേക്ക് വരും. പകൽ കൂടിയ സമയം വരും, പകൽ ചുരുങ്ങിയ സമയം വരും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലൂടെ 30 വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ അള്ളാഹു അതിനെ നടത്തിക്കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്താണ്.